നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏത് അമ്പലത്തിലെയും പ്രധാന ഒരു വ്യക്തിയാണ് തന്ത്രി. മേൽശാന്തിയേക്കാൾ പവറുള്ള ഒരു വ്യക്തിയാണ് തന്ത്രി. ശബരിമല അമ്പലത്തിൽ സംഭവിച്ചത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. സ്വർണം കട്ടവരാണപ്പ. പോറ്റിയുടെ ഒരു കള്ളത്തരത്തിന് കൂട്ടുനിന്ന ഒരു വ്യക്തിയാണ് പോറ്റിയെ കക്കാൻ കൂട്ടുനിന്നത്. ശബരിമല അയ്യപ്പൻ്റെ പൂജകളെല്ലാം ചെയ്യുന്ന തന്ത്രിയാണെന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നങ്ങോട്ട് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. എന്തു മനുഷ്യനാണ് അയാൾ! തന്ത്രിയാണ്. ഇത്രയും വിവരമുള്ളൊരു മനുഷ്യൻ, അതായത് ഇത്രയും മന്ത്രങ്ങളും എല്ലാം പഠിച്ച ഒരു വ്യക്തി, അയ്യപ്പനെ പൂജിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ, ഇത്രയധികം ആൾക്കാരുണ്ടായിട്ടും ഒരു അയ്യപ്പൻ പോലും അയാളുടെ ചെകിട് നോക്കി ഒന്ന് കൊടുക്കാൻ എന്തുകൊണ്ട് ധൈര്യം കാണിച്ചില്ല? അയ്യപ്പന്റെ സ്വത്ത് കക്കാൻ ധൈര്യം കാണിച്ച ആ മനുഷ്യന്റെ മുട്ടുകാല് തല്ലി ഓടിക്കണ്ടേ അയ്യപ്പന്മാര്? നാട്ടുകാരെ എല്ലാം പൊട്ടന്മാരാക്കി മന്ത്രങ്ങളെല്ലാം ചൊല്ലി നടക്കുന്ന ആ മനുഷ്യന്റെ മുട്ടുകാല് തല്ലി ഓടിക്കണം നിങ്ങൾ. ചെകിട് നോക്കി ഒന്ന് അങ്ങോട്ട് കൊടുക്കണമായിരുന്നു. അദ്ദേഹം ഒരു ഭക്തനാണോ? മുമ്പ് ഇതുപോലെ ഒരു തന്ത്രി ഒരു സ്ത്രീ വിഷയത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അത് പോട്ടെ എന്ന് വയ്ക്കാം. പിന്നെ വേറൊരു പൊട്ടൻ കഴുത്തിൽ സേവ് അയ്യപ്പ എന്ന് മടിച്ച് അഭിലാഷയെ 1 സെക്കൻഡ് തരൂ, അഭിലാഷയെ 2 സെക്കൻഡ് തരൂ എന്ന് പറയുന്ന വേറൊരു കഴുത എല്ലാ ചാനൽ മുഴുവൻ. അതായത് അയ്യപ്പനെ തൊട്ടപ്പോൾ ആ ഫാമിലിയിലുള്ളവരെല്ലാം ജയിലിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. ആദ്യം രാഹുൽ ഈശ്വർ, ഇതപ്പോൾ തന്ത്രി. എങ്ങനെ ഇവർക്ക് ഇതിന് സാധിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യപ്പന്റെ സ്വത്ത് കക്കാൻ മാത്രം ഒരു തന്ത്രിക്ക് എവിടെ നിന്ന് കിട്ടി ഇത്ര ധൈര്യം? ഇവർ ശബരിമല അമ്പലത്തിൽ മാത്രമല്ല തന്ത്രി, മറ്റു കുറേ അമ്പലങ്ങളിൽ ഇവർക്ക് തന്ത്രി ലിസ്റ്റുണ്ട്. ഇത്രയും ദൈവങ്ങളെ പൂജിക്കുന്ന, അതായത് ഒരു അമ്പലത്തിലെ അവസാന വാക്ക് എന്ത് പൂജ ചെയ്യണം, എവിടെ ചെയ്യണം, എന്തെല്ലാം ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നെല്ലാം പൂജകളുടെ സമയം നീട്ടണതും അമ്പലങ്ങൾ അടയ്ക്കാൻ സമയം നീട്ടണതും എല്ലാം തന്ത്രിയുടെ അവസാന വാക്കാണ്. തന്ത്രിയുടെ വാക്കാണ് അവസാന വാക്ക് ഒരു അമ്പലത്തിൽ. ഒരു തന്ത്രി വരാതെ ഒരു ചടങ്ങുകളും സ്റ്റാർട്ട് ചെയ്യില്ല. നല്ല നല്ല ചടങ്ങുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്ത്രിയുടെ സാന്നിധ്യം അവിടെ വേണം. അതായത് അത്രയും കഴിവുള്ള, അല്ലെങ്കിൽ അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഈ തന്ത്രി കക്കാനും കൂട്ടുനിന്നു. എന്ത് മോശമായ പ്രവൃത്തിയാണ്. ഇപ്പോൾ ഇതാ നെഞ്ചുവേന എന്നൊക്കെ പറഞ്ഞ് ആശുപത്രിയിൽ പോയിരുന്നു. അദ്ദേഹത്തെ ഇനി ഒരൊറ്റ ക്ഷേത്രത്തിൽ പോലും പൂജിക്കാൻ പ്രവേശിക്കരുതെന്നാണ് എനിക്ക് ഭക്തജനങ്ങളോട് പറയാനുള്ളത്. ഒരൊറ്റ ക്ഷേത്രത്തിൽ പോലും അദ്ദേഹത്തിന് പൂജിക്കാൻ അവസരമൊരുക്കി കൊടുക്കരുത്. ഇനി ഈ കേസൊക്കെ വേറൊരു രീതിയിൽ വക്കീലന്മാരുടെ കഴിവും അതും ഇതുമൊക്കെ വെച്ച് മറിച്ചെടുക്കാനൊക്കെ സാധിക്കും. പക്ഷേ അദ്ദേഹത്തെ ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ? അതിപ്പോൾ അദ്ദേഹം ഇനി അത് കള്ളത്തരമാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹം ജയിലിൽ കിടന്നു. അതുകൊണ്ട് ഇനി ഒരൊറ്റ ക്ഷേത്രത്തിൽ പോലും അദ്ദേഹത്തെ ഒരു തന്ത്രിയായിട്ട് നിയമിക്കരുത്. നമ്മൾ ഈ തന്ത്രിമാരൊക്കെ കാണുമ്പോൾ നമുക്കവരെ തൊടാൻ പാടില്ല, ഭയങ്കര അയിത്തം. അതായത് അവരെ തൊടാൻ പാടില്ല, അവർ വരുന്ന വഴിയിൽ മാറി നിൽക്കണം. അമ്പലങ്ങളിലൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക പരിഗണനയെല്ലാം ഉണ്ട്. ജയിലിൽ പോയപ്പോൾ ആ പരിഗണന എവിടെ? പോലീസുമാർ തൊട്ടില്ലേ? അപ്പം തൊടാൻ പാടില്ലാത്തത് അമ്പലങ്ങളിൽ മാത്രമല്ലേ ഉള്ളൂ. ഒരിക്കലും ഇനി ആ മനുഷ്യൻ ഒരു അമ്പലത്തിലും പൂജ ചെയ്യരുത്. ശബരിമല കട്ട് മുടിച്ച ആ വ്യക്തിയെ കയ്യും കാലും തല്ലി ഒടിക്കണമെന്നാണ് എനിക്ക് ഭക്തജനങ്ങളോട് പറയാനുള്ളത്. ഇതിനിടയിൽ വേറൊരു കഴുത രാഹുൽ ഈശ്വർ ചാനലിൽ മുഴുവൻ കണകുണ പറയുന്നുണ്ട്. എന്ത് അത് അങ്ങനെ ഒരു പൊട്ടൻ! കഷ്ടം.